ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ടതുപോലെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ എങ്ങനെ 4 ദിവസം വെച്ച് 4 സ്റ്റെപ്പോട് കൂടി നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തിട്ട് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നതിനെ കുറിച്ചാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ എനിക്കൊരുപാട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കുഞ്ഞായി ഓരോ ദിവസം 4 ദിവസമായിട്ട് കുഞ്ഞായിട്ട് ചെറിയ ടാസ്കുകളാണ് ചെയ്യേണ്ടത്. ആൻഡ് ഫസ്റ്റ് ഡേ ചെയ്യേണ്ടത് ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കുട്ടിപ്രായമായി നമ്മളിപ്പോൾ വരെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതിൽ സന്തോഷമുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഒരുപാട് എഴുതാനുണ്ടാവും. അതെല്ലാം ഓരോന്നായിട്ട് സമയം എടുത്ത് എഴുതി അത് എഴുതി കഴിഞ്ഞ ശേഷം അത് കത്തിച്ച് കളയാം. നെക്സ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസം ഇതുപോലെ നിങ്ങൾക്ക് പുറത്തു കൊടുക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പുറത്തു കൊടുക്കുക. ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചവർക്കും എല്ലാവർക്കും അവർ ചെയ്തത് തെറ്റ് അല്ലാത്തത് കൊണ്ടല്ല, നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക. ഞാൻ ഇന്ന സമയത്ത് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നോട് ഇങ്ങനെ പെരുമാറി ഞാൻ എൻ്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു എന്ന് ലൈഫിലെ ഓരോ ഇൻസിഡൻറ്റും നമുക്ക് വേദനിച്ച ഓരോ ഇൻസിഡൻറ്റും വെച്ച് എഴുതിയിട്ട് അവർക്ക് പുറത്തു കൊടുക്കുക. മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം ചെയ്തതിന് ശേഷം അത് എഴുതിയത് ശേഷം അത് കീറിക്കളയുകയോ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യാം. മൂന്നാമത്തെ ദിവസം ഇതുപോലെ നമ്മളോട് ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ടാകും. നമ്മുടെ സ്വന്തത്തോട് ചെയ്ത കുറേ തെറ്റുകളുണ്ടാകും. നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് നിറവേറ്റാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞു അവരെക്കുറിച്ച് അവരോട് മോശമായി പെരുമാറി ബിഹേവ് ചെയ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ചെയ്തിട്ട് നമ്മളോട് തന്നെ സ്വന്തത്തോട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടി പുറത്തു കൊടുക്കുക. എന്നിട്ട് പേപ്പറിൽ വ്യക്തമായിട്ട് എനിക്കിത് പുറത്തു കൊടുക്കുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതുക തന്നെ ചെയ്യണം. എന്നിട്ട് നമുക്കതും കത്തിച്ച് കളയാം. ഇപ്പോൾ അത് പേപ്പറിൽ എഴുതിയതിന് ശേഷം അത് കത്തിച്ച് കളയാം. ഇപ്പോൾ നിങ്ങളുടെ പുറകോട്ടിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റും എല്ലാം ഇപ്പോൾ ഒരു പിടിചാരമാണ്. ഇനി അതിനെക്കുറിച്ച് ഓർക്കേണ്ടതില്ല. ഇനി നമ്മൾ മുന്നോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്പർ 4 ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങളിപ്പോൾ നിങ്ങളോട് നന്നായിട്ട് കൂട്ടായി. ഈ ലോകത്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അത് അവനവനെ കൊണ്ട് കഴിയുന്നത് എന്തായാലും ശരി, ഒരു ചെറിയ മിഠായി ആണെങ്കിലും ശരി, നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് സന്തോഷിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക. പ്രതിസന്ധികൾ വരും, ജീവിതമാണ്, അതാണ് റിയാലിറ്റി. അത് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ജീവിതം മനോഹരമാക്കുക. ദൈവം എപ്പോഴും സമാധാനത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിനും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.